നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയായ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലെ ഒരു ബ്രാൻഡിന് മലപ്പുറം ജില്ലയിൽ മാത്രം 25ഓളം ജോബ് വേക്കൻസി ഉണ്ട്. പല വാഹന നിർമ്മാണ കമ്പനികളും നിരന്തരം ഈ ഒരു മേഖലയിലേക്ക് ആളുകളെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു മാസം കൊണ്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ മേഖലയിൽ മറ്റു പലരും സ്വന്തമാക്കുന്നതിനേക്കാൾ മികച്ച സാലറിയോടുകൂടി വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാവുന്ന ചില ജോലികളെക്കുറിച്ചും അതിനുവേണ്ടി പഠിക്കേണ്ട ഒരു കോഴ്സിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വേഗത്തിലാണ് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലെ EV എന്ന് പറയുന്ന വിഭാഗം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. പല വാഹന നിർമ്മാണ കമ്പനികളും EV വാഹനങ്ങൾ അനൗൺസ് ചെയ്ത് തുടങ്ങി. മാരുതി പോലെയുള്ള വമ്പൻ വാഹന നിർമ്മാതാക്കൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ EVയിൽ നടത്തി എന്ന് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ടാറ്റ എന്ന് പറയുന്ന മറ്റൊരു വാഹന നിർമ്മാണ കമ്പനി ഇലക്ട്രിക്കൽ ഒന്നാമതാവാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ടെസ്ല പോലെയുള്ള ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെ ഇലക്ട്രിക് മേഖലയിൽ വലിയ വിപ്ലവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ആ ഒരു സമയത്ത് ഇലക്ട്രിക് മേഖല മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ നല്ല അവഗാഹമുള്ള ധാരാളം മെക്കാനിക്കുകൾ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് മെക്കാനിക്കുകളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കോട്ടക്കൽ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന IIT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജി. അതിലെ വിശേഷങ്ങളും ഇത് നമ്മൾ പറയാൻ പോകുന്ന കോഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാ, ഇലക്ട്രിക് വെഹിക്കിൾ റിപ്പയറിംഗ് കോഴ്സ്, അതാണ് ഈ കോഴ്സിൻ്റെ പേര്. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരുപാട് സാധനങ്ങളും നമ്മളുടെ അപ്പുറപ്പുറമായിട്ട് 2 ആൾക്കാരുണ്ട്. ഇതിൽ ഇവരെനിക്കറിയാം, അതുപോലെ തന്നെ പ്രധാനമായിട്ടും എനിക്കറിയുന്ന സാധനം ഇതാട്ടോ, ആക്സലറേഷൻ. പിന്നെ ബാറ്ററി ഉണ്ട്, നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി. ഇത് ശരിക്കും ലിഥിയം അയൺ ബാറ്ററി അല്ല, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. പക്ഷേ ഇതേപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി വരിക, സെല്ലുകളായിട്ട് സൈസ് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ അത് ഹബ് മോട്ടോഴ്സ്, ഇതാണ് നമ്മുടെ ഹബ് മോട്ടോർ. ഇത് ഹബ് മോട്ടർ അല്ല, വീലാണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഹബ് മോട്ടോഴ്സ് വരിക എന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ അബൂബക്കർ സിദ്ദീഖ്, ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്. അതുപോലെ തന്നെ ജാഷിർ ബ്രോ, ഇവർ രണ്ടാളും ഇവിടുത്തെ ഫാക്കൽറ്റി. ഇപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരുമാണ്. ആദ്യം നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ 2 ശരി തന്നെയാണല്ലോ അല്ലേ? തെറ്റിയിട്ടില്ല. പിന്നെ ഇതുപോലെ ഈ സംഭവം ഇത് ബാറ്ററിക്ക് ഉള്ളിൽ വരുന്നതാണ് BMS ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. അതായത് കുറെ ബാറ്ററികൾ നിരന്നിരിക്കുമ്പോൾ എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള എത്ര സെല്ല് വേണം എന്നുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ എത്ര ആംപിയർ നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റും, അതുപോലെ എത്ര ഡിസ്ചാർജിങ് എത്ര വരും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു BMS ആണ്. ഓക്കെ. പിന്നെ ഇത് അത് വരുന്നത് VFT, പലർക്കും അറിയാത്തൊരു സംഭവമാണ്. VFT വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറയും. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. സാധാരണ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോഴ്സിലൊക്കെ നമ്മൾ വെഹിക്കിൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സംഭവം ഉണ്ടായിരുന്നു VFT. ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഹബ് മോട്ടോഴ്സിലേക്ക് വന്നു. അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ശരിക്കും ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കുന്ന വെഹിക്കിളുണ്ട്. മോട്ടോഴ്സ് നമ്മളിവിടെ അധികം ഹബ് മോട്ടോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, മെയിൻ കോസ്റ്റ്ലി ആയിട്ടുള്ള വെഹിക്കിൾ അധികം, അതായത് ഇപ്പോൾ 10 വർഷമൊക്കെ ഓടിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിൽ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. പിന്നെ ഹബ് മോട്ടറും അതിന്റെ മാക്സിമം പരിധി 5 വർഷമൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് സാധാരണ ചെയ്യാം. ബാറ്ററി അതിന്റെ ഡ്രൈവർ ബോർഡാണ്. അപ്പോൾ നമ്മളിവിടെ ആക്സിലേറ്ററിന്റെ പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. അതിന്റെ സ്വിച്ചിന്റെ കണക്ഷൻ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേരിയബിൾ റെസിസ്റ്റർ നമ്മുടെ നാട്ടിൽ ഫാൻ കൺട്രോളർ എന്ന് പറയും. ആക്സലറേഷന് പകരം ഇത് ഉപയോഗിച്ച് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സുഖം. ഇത് ശരിക്കും കാറിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ 4 വീലർ ആണെങ്കിൽ 4 ഹബ് മോട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ 2 വരും. ഇൻഡക്ഷൻ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ വീലും അല്ലാത്ത ഹബ് മോട്ടോഴ്സ് വരുന്നുണ്ട്, അത് 1, 2, 4 ഒക്കെ വരുന്നത് ഡിപ്പെൻസ്. പിന്നെ ബൈക്കിലേക്കൊക്കെ ആണെങ്കിൽ ഇതൊന്ന് മതി എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഇലക്ട്രോണിക്സ് മേഖലയിൽ പരിജ്ഞാനമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മാസം കൊണ്ട് ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിൽ വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ ക്ലിയർ ചെയ്യാം, അതായത് മോട്ടോർ ടെസ്റ്റിംഗ്, മോട്ടറിൽ ഹാൾ സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിന്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ ഡ്രൈവർ ബോർഡ് വരുന്നത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇതിന്റെ ഹാൾ സെൻസർ ടെസ്റ്റിംഗ്, അങ്ങനെ എല്ലാ സംഭവം നമ്മൾ പല മെത്തേഡ്, ഒന്ന് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിലുള്ള ഡിവൈസ് ആണ്, അല്ലെങ്കിൽ അതില്ലാണ്ട് ഇരിക്കുമ്പോഴും നമുക്ക് പല രീതിക്കും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. ക്ലാസ്സിൽ അത് തിയറിയും പ്രാക്ടിക്കൽ ഇത് ശരിക്കും പ്രാക്ടിക്കലാണ് ഇതിനകത്ത്, അതുകൊണ്ട് എല്ലാം ചെയ്ത് വെച്ചിട്ട്. പിന്നെ അതാണ് ഇലക്ട്രോണിക്സിൽ അത്ര ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ഇത് പറ്റുമോ? അവർക്ക് പറ്റും. അവർക്ക് നമ്മൾ 2 മാസം കോഴ്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് 2 മാസം. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ്.
നമ്മൾ വണ്ടിയുടെ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഇതാണ്. അപ്പോൾ ആദ്യം ഈ ഒരു സംഭവം കൊടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഇത് പഠിപ്പിച്ചിട്ടായിരിക്കും അവർ ഇലക്ട്രിക്കൽ വെഹിക്കിളോട് പിന്നെ അതായത് ആദ്യം അവർക്കൊരു ബേസ് ഉണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് ഇതിലേക്ക് ഇതിനെ കുറിച്ച് പഠിപ്പിക്കും. പിന്നെ ഇലക്ട്രോണിക്സ് തീരെ ബേസ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്കും നമ്മൾ ചെറിയ രീതിയിലുള്ള ബേസും കാര്യങ്ങളും ചെറിയ പ്രൊജക്റ്റും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കോഴ്സ് പഠിച്ച ആൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒന്ന്, അവർക്ക് സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ള സൈക്കിൾ കിറ്റ് അസംബിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബൈക്ക് കിറ്റ് ഒക്കെ സ്വന്തമായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ അസംബിൾ ചെയ്ത് വർക്കിംഗ് കറക്റ്റ് വർക്കിംഗ് ആണ്. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ? ഇതില് നമ്മൾ എത്ര സ്പീഡാണ്, എത്ര ബാറ്ററി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. ബാറ്ററിന്റെ പെർസെന്റേജ്, ആക്സലറേഷൻ, സ്പീഡ് ഒക്കെ ഇതിനകത്ത് കാണിക്കും. ഇതാണ് ശരിക്കും ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സ്ട്രക്ചർ, മെയിൻ പാർട്സ്. പിന്നെ ബാക്കിയുള്ള നമ്മളെ വീല്, ടയർ, സീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ നേരത്തെ കണ്ട ഡ്രൈവർ ബോർഡ്, കൺട്രോളർ എന്നൊക്കെ പറയും. അതാണ് ഇതിന്റെ മെയിൻ കൺട്രോളർ. ഇത് കൺവെർട്ടറാണ്, അതായത് 48 വോൾട്ട് ബാറ്ററിയാണ്. അതിനെ നമുക്കറിയാം, നമ്മൾ ഹെഡ്ലൈറ്റ് പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ 12 വോൾട്ടാണ്. അപ്പോൾ അതിന് 48 വോൾട്ടിനെ 12 വോൾട്ടിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാറ്ററി മോട്ടർ. അപ്പോൾ ഒരു ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ ഈ കിറ്റൊക്കെ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് ഒരു അസംബിൾ ചെയ്തൊരു സ്കൂട്ടർ ഉണ്ടാക്കാം. എന്നിട്ട് അത് സെയിൽ ചെയ്യാം. നല്ല രസമുള്ള ഡിസൈനിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത ഡിസൈൻ. നമുക്ക് ഡിസൈൻ നല്ല രസകരമായിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ട് രജിസ്റ്റർ ചെയ്ത് വാഹന ലോകത്ത് ഇറക്കാം. അങ്ങനെ ഒന്നാണല്ലോ ഇപ്പൊ ഈ ഓലൊക്കെ. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് സെക്ഷനിൽ വർക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഒരുപാട് ജോലി സാധ്യത ശരിക്കും മെയിൻ്റനൻസ് സെക്ഷനിൽ ഇല്ലേ ഇപ്പോൾ? ഉണ്ട്. ഇപ്പൊ ഈ ഒരു കോഴ്സ് നമുക്കറിയാം ഇവിടെയാണ് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിലാണ് ആകെ ഇവിടെ മാത്രമാണ് പ്രാക്ടിക്കലായിട്ട് മെയിനൊക്കെ വരുന്നത്. ബാക്കി തിയറി ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ആളെ കിട്ടാനില്ല, ഈ ഒരു മേഖലയിൽ ആൾക്കാർ കുറവാണ്, കാരണം പഠിച്ച ആൾക്കാരില്ല. അപ്പോൾ കുറെ എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് OJT ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ ജോബ് പ്ലേസ് ചെയ്ത് കൊടുക്കും, OJT ആയിട്ടും ഇതായിട്ടും ഒക്കെ. അപ്പോൾ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ശരിക്കും വെറുതെ അടക്കേണ്ടി വരില്ല എന്ന് ചുരുക്കം. ഒന്നെങ്കിൽ ഏതെങ്കിലും കമ്പനി കയറാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഉണ്ടാക്കി വെക്കാം. രണ്ടാലും നടക്കും. അടിപൊളി. ഇതിപ്പം സ്കൂട്ടറിന്റെ ആണ്. തൊട്ടപ്പുറത്ത് ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സൈക്കിളുണ്ട്. ഇനി സൈക്കിളും സ്കൂട്ടറും മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മള് പിന്നെ കാറിന്റെ കിറ്റ് അസംബ്ലിയും കാര്യങ്ങളൊന്നുമില്ല, അതിനുള്ളിൽ വരുന്ന എന്തൊക്കെയാണ് പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊരു അവയർനെസ് നമുക്ക് അതും കൂടി കണ്ടല്ലോ. ലാബിലോട്ട് പോകാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പറഞ്ഞാല് കാറും ബൈക്കും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തൊരു ഏരിയ. ഇതിൽ പ്രധാനമായിട്ടും ഈ വണ്ടികളൊക്കെ വെച്ചിട്ട് ലൈവായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെയാണ് ഇതൊക്കെ ഓരോ ബാറ്ററി ഇതൊക്കെ നമ്മൾ അയച്ചിട്ട് കാണിച്ചു കൊടുക്കും. മഹീന്ദ്രന്റെ വണ്ടികളാണ്. തൊട്ടപ്പുറത്തൊരു ആൾട്ടോ എടുക്കുന്നുണ്ട്. നിങ്ങൾ EV ആക്കാൻ കൊണ്ടുവന്ന? അല്ല EV ആക്കാനൊന്നുമില്ല, വേറെ ആവശ്യത്തിന് കൊടുത്താണ്. വേറെയും കോഴ്സുകളുണ്ട്, അതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതൊക്കെ വെച്ചിട്ട് ലൈവായിട്ട് ഓരോ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അത് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. എന്തൊക്കെ ഫെസിലിറ്റി ശരിക്കും ഇവരെടുത്തുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതും ഒരു ലാബിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം. ഇത് നമുക്ക് അറിയേണ്ടത് ഈ ജോലി പഠിച്ചിറങ്ങിയ ആൾക്ക് എത്രമാത്രം പ്ലേസ്മെൻറ്റ് സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡയറക്ടറെ ഒന്ന് കാണാം. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ മാത്രം 25ഓളം ജോബ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് 100% പ്ലേസ്മെൻറ്റ് സാധ്യതയുള്ള ഒരു കോഴ്സാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിൻ്റെ, അതായത് IIT എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള നൗഷാദ് സാറിൻ്റെ ക്യാബിനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ഈ EVT ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോർട്ട് ടൈം കോഴ്സ് കഴിയുന്ന കുട്ടികൾക്കൊക്കെ പ്ലേസ്മെന്റ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. 2 വീലർ സെഗ്മെന്റിലാണെങ്കിലും 4 വീലർ സെഗ്മെന്റിലാണെങ്കിലും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഓല കമ്പനി, അതേപോലെ തന്നെ ജിമോപ്പായുടെ, ഇലക്ട്രോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള പല മൾട്ടി ബ്രാൻഡഡ് വെഹിക്കിൾസും ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ നിലവിൽ നമ്മളോട് കുട്ടികളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ റിക്വയർമെന്റ് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100% എന്ത് ചെയ്യാൻ പറ്റും, ഈ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് അവർക്ക് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മറ്റുള്ള ഓട്ടോമൊബൈൽ സെഗ്മെന്റിലുള്ള അതിനേക്കാൾ കൂടുതൽ സാലറിയും ഇതിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ അവർ പറയുന്നത്. മാത്രമല്ല ഇതിലൊരു ഫ്രീലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു സെഗ്മെന്റും കൂടിയാണ് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. വർക്ക്ഷോപ്പുകൾ നിന്നുകൊണ്ടുള്ള വർക്കുകളല്ല, അധികവും നമ്മൾ ഓൺ കോൾ ആയിട്ടുള്ള
വർക്കുകളാണ് വരുന്നത്. കമ്പനികൾക്കൊന്നും റിസ്ക് വരുമ്പോൾ മാത്രം അറ്റൻഡ് ചെയ്യുന്ന പോലെ. അധികം ഇപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും, അധിക 2 വീലർ പോലത്തെ വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത് ഓൺലൈനിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പുകളായിട്ട് ഇല്ലാന്നുണ്ടെങ്കിലും അവർക്ക് എന്താ ചെയ്യാം, ഇവിടെയൊക്കെ സർവീസുകൾ ഉണ്ട്. അതൊക്കെ ഇതുപോലുള്ള സെഗ്മെന്റിലുള്ള ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ഒരു വലിയൊരു ജോലി സാധ്യതയാണ്. ഈ +2 കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഓട്ടോമൊബൈലിൽ അവർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും അവർക്ക് ഓട്ടോമൊബൈലിന്റെ ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ടെക്നീഷ്യന്മാർ, ഇവര് ഇലക്ട്രീഷ്യന്മാരായിട്ടുള്ള ആളുകളും ഈ കോഴ്സിന് വന്നുകൊണ്ടിരിക്കും. ഇതിലേക്ക് കൂടി ഒരു അവയർനെസ് അതെ. നേരത്തെ പറഞ്ഞ മാതിരി എന്തായാലും ഇനി ഈ സെഗ്മെന്റുകളൊക്കെ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ EV-ലോട്ട് മാറുമല്ലോ, വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് ആണെന്ന് വിശ്വസിക്കുന്നു. അതെ. ഈ IIT-നെ കുറിച്ച് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് വെച്ചാൽ ഇവിടെ വേറെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് ശരിക്കും, ഇത് മാത്രമല്ലല്ലോ. അതെ, ഞങ്ങളെ ഓട്ടോമൊബൈൽ സംബന്ധിച്ചുള്ള മെക്കാനിക്കൽ ടെക്നീഷ്യൻ കോഴ്സുകൾ, ഓട്ടോ ഇലക്ട്രിക്കൽ, കാർ AC ആക്സസറീസ് എന്ന കോഴ്സ്, അതേപോലെ തന്നെ വെഹിക്കിൾ സ്കാനിങ് ഡയഗ്നോസിംഗ് എന്ന കോഴ്സുകൾ, അതേപോലെ തന്നെ ECM റിപ്പയർ ട്രെയിനിങ്, 2 വീലർ മെക്കാനിക്, വീൽ അലൈൻമെന്റ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇതിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആണ് ഇപ്പോൾ നമുക്ക് ഇതിൽ ഇവർക്കൊക്കെ പ്ലേസ്മെന്റ് കൊടുക്കാമെന്നുള്ളത്. സെഗ്മെന്റിൽ അത്ര ആവശ്യകത ഉണ്ട് ഇതിൽ, അത്രയും വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ട്. അതെ. അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ മദർ ബോർഡുകളെ കുറിച്ചൊരു ഗഹനമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മൊത്തമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ റിപ്പയറിംഗ് സർവീസ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചും അതിൻ്റെ ജോബ് സാധ്യതകളെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മുമ്പും നമ്മൾ IIT എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ മറ്റു കോഴ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാം. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവർക്ക് വിളിക്കാം, സംസാരിക്കാം. കോഴ്സ് ഫീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് തോന്നിയ മറ്റ് സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.